തുടർഭരണത്തിനെതിരെ നിലപാടെടുത്ത കവി കെ സച്ചിദാനന്ദനെ അനുനയിപ്പിക്കാൻ സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ സച്ചിദാനന്ദനുമായി കൂടിക്കാഴ്ച നടത്തി. സാഹിത്യകാരനും സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും ഒപ്പമുണ്ടായിരുന്നു. സച്ചിദാനന്ദന്റേത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതികരണമായി കണക്കാക്കുന്നില്ലെന്നും കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയതെന്നും KV അബ്ദുൽ ഖാദർ എന്നുള്ളതാണ് മാഷിതയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, ആ അർത്ഥത്തിലല്ല മാഷ് പറഞ്ഞത്. വിശാലമായൊരു താത്വിക തലത്തിലാണ് മാഷ് പറഞ്ഞത്. പക്ഷേ മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിനെ ആസ്പദമാക്കി പറഞ്ഞു എന്ന മട്ടിൽ വന്നത്. അങ്ങനെയല്ല അദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. കേരളത്തിലെ ഇടതുപക്ഷ മൂല്യങ്ങളോട് അങ്ങേയറ്റം ആദരവുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഏറ്റവും ശക്തനായിട്ടുള്ളൊരു സെക്യുലറാണ്. സാഹിത്യരംഗത്തെ കാവ്യമേഖലയിലെ ഉദാത്തമായ സൃഷ്ടികളുടെ രചയിതാവാണ്. അത്തരത്തിലുള്ള സച്ചിദാനന്ദൻ മാഷ് കേരളത്തിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു നിലപാടെടുത്തു എന്ന അർത്ഥത്തിൽ കാണേണ്ടതില്ല എന്ന് തന്നെയാണ് അദ്ദേഹവുമായി ഞാനും അശോകൻ ചെരുവിലും സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായ കാര്യം. ഇതിപ്പോൾ സർക്കാരിനെതിരെ ഒരു വിമർശനമായിട്ട് കണക്കാക്കേണ്ടെന്നുള്ളതന്നെ അല്ല, അതെ, ഞാൻ പറഞ്ഞതെല്ലാം ഉണ്ടല്ലോ. അതായത് അദ്ദേഹം വളരെ വിശാലമായിട്ടുള്ള ഒരു സാംസ്കാരിക ചിന്തകൻ എന്ന നിലയിൽ പറഞ്ഞ അഭിപ്രായത്തെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സംഗതികളുമായി കൂട്ടിയിണക്കി അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അങ്ങനെ ഒരു കമൻറ്റ് നടത്തുന്ന ആളല്ല അദ്ദേഹം അത് ഞങ്ങളുടെ സംഭാഷണത്തിൽ അത് വ്യക്തമാക്കുകയുണ്ടായി. ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ബംഗാളിലെ അവസ്ഥ ഇടതുപക്ഷത്തിന് കേരളത്തിലുണ്ടാകരുത് എന്ന് അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ CPM-നെയോ LDF-നെയോ ലക്ഷ്യമിട്ടല്ല എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെയാണ് വിശ്വസിക്കുക? അതിനപ്പുറത്തേക്ക് ഏത് വിശദീകരണങ്ങൾക്കപ്പുറത്ത് ഇനി തുടർ പ്രതികരണങ്ങളിൽ ഉണ്ടാവാത്ത വിധം കെ സച്ചിദാനന്ദനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ഈ സൈബറിടത്തിലെ തെരുവിളികൾക്കൊക്കെ ശേഷവും സാധിക്കുന്നുണ്ടോ CPM-ന്? തീർച്ചയായും അങ്ങനെ കഴിയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണവും അതുതന്നെയാണ്. കെ സച്ചിദാനന്ദൻ ഇന്നെന്തായാലും പ്രതികരിക്കില്ല. അദ്ദേഹത്തിന് അരുണാട്ടുകരയിലെ ആ വസതിക്ക് മുൻപിലാണ്, ബോധി എന്ന് പേരുള്ള ആ വസതിക്ക് മുൻപിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അദ്ദേഹം സംസാരിച്ചു. അല്പസമയം മുൻപ് KV അബ്ദുൽ ഖാദറിനെയും അശോകൻ ചെരുവിലിനെയും യാത്രയാക്കാനായി ഈ പൂമുഖത്തേക്ക് അടക്കം അദ്ദേഹം വന്നിരുന്നു. അതിനുശേഷം അദ്ദേഹം പത്നിയും അകത്തേക്ക് കയറിപ്പോയി. അദ്ദേഹത്തിന്റെ പത്നി അനാരോഗ്യമുണ്ട് സച്ചിമാഷ്ക്ക്, അതുകൊണ്ട് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇതിനു മുൻപ്, തൊട്ട് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വീണ്ടും വൈറലായിരുന്നു. അദ്ദേഹം വീണ്ടും കൂടുതൽ പ്രതികരണം ആ വിഷയത്തിൽ നടത്തിയിരുന്നു. തനിക്ക് തന്റെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല, തന്നെ വിമർശിക്കുന്ന ആളുകൾ മൂഢന്മാരുടെ സ്വർഗത്തിലാണ് എന്ന് മാർക്സിസ്റ്റ് താത്വികന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് കൽബുർഗിയെ അടക്കം വധിച്ച സമയത്ത് സാഹിത്യ അക്കാദമിയിൽ നിന്ന് രാജിവെച്ച തന്റെ പാരമ്പര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ഇടുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിനെതിരെയും കരിവള്ളൂർ മുരളി, അശോകൻ ചെരുവിലടക്കമുള്ള ആളുകൾ തിരിച്ചും പോസ്റ്റ് ഇടുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിനൊക്കെ ശേഷമാണ് അല്പസമയത്തിനകം ഈ കൂടിക്കാഴ്ച KV അബ്ദുൽ ഖാദറിന്റെ നേതൃത്വത്തിൽ നടന്നത്. അദ്ദേഹവും ജില്ലാ സെക്രട്ടറി നേരിട്ടാണ് വന്നതെങ്കിൽ അത് ഉറപ്പായും സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അനുഗ്രഹത്തോടെ അല്ലെങ്കിൽ ആശീർവാദത്തോടു കൂടി അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കാം. പക്ഷേ കെ സച്ചിദാനന്ദൻ എന്തായാലും ഇന്നത്തെ ഒരു പ്രതികരണം ഒരു പക്ഷേ നടത്തില്ലായിരിക്കും, അല്പസമയത്തിനകം പ്രതികരണം നടത്തില്ലായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഇനിയും വന്നേക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ CPM ജില്ലാ സെക്രട്ടറി അതിനെ പറയുന്നത് അവരുടെ ഒരു ന്യായീകരണം അല്ലെങ്കിൽ അവരുടെ ഒരു വിശദീകരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു പ്രതികരണമൊന്നുമല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമൊന്നുമല്ല, ഒരു വിശാല അർത്ഥത്തിലാണ് സച്ചിദാനന്ദൻ മാഷ് പ്രതികരിച്ചത്. അതുകൊണ്ട് അതിനെ അത്തരത്തിൽ കണ്ടാൽ മതി. ഏതെങ്കിലും തരത്തിലുള്ള സൈബർ അധിക്ഷേപത്തോട് യോജിക്കുന്നില്ല എന്നുകൂടി CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നു. നേരത്തെ രാവിലെ നമ്മൾ കണ്ടതാണ് ഡോക്ടർ തോമസ് ഐസക്ക് അദ്ദേഹത്തിന്റെ നിലപാട് പറയുന്ന സമയത്ത് ഇതൊരു അവസരം, വിമർശനം അംഗീകരിക്കുന്നു, ഇതൊരു അവസരമാക്കി എടുക്കുമെന്നാണ് പറയുന്നത്. G. സുധാകരനാണെങ്കിൽ കുറച്ചുകൂടി കടന്ന് സോഷ്യലിസ്റ്റ് ശൈലിയിലുള്ള ഭരണം വേണ്ടേ എന്ന തരത്തിലൊരു പരിഹാസം രൂപേണ ഉള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് തുടർഭരണം ഉണ്ടാകും ഉറപ്പ് എന്ന് ഈ സച്ചിദാനന്ദൻ മാഷുടെ പ്രതികരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ നിലപാട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനൊക്കെ ശേഷമാണ് അശോകൻ ചെരുവിലും അതുപോലെ തന്നെ CPM-ന്റെ ജില്ലയിലെ അമരക്കാരൻ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറും അരുണാട്ടുകരയിലെ ഈ വസതിയിലേക്ക് എത്തിയത് എന്ന് കാണാതിരുന്നുകൂടെ. ആ പ്രതികരണമാണ് നമ്മൾ അല്പസമയം മുൻപ് കേൾപ്പിച്ചത്. എന്തായാലും KV അബ്ദുൽ ഖാദർ അരമണിക്കൂർ നേരത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മടങ്ങിയിട്ടുണ്ട്. കെ സച്ചിദാനന്ദൻ എന്തായാലും അനുനയപ്പെട്ടോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായാലും ഇന്ന് ലഭിക്കുമെന്ന് തോന്നുന്നില്ല. ഗൂഗിൾ ശരി, ശ്രീകുമാരാണ് വിവരങ്ങൾ നൽകിയത്. പിണറായി 3.0 എന്ന് കൊണ്ടുപിടിച്ച് പ്രചാരണം നടത്തുമ്പോഴാണ് ഇടതുപക്ഷത്തോട് എക്കാലവും ചേർന്ന് നിൽക്കുന്ന കെ സച്ചിദാനന്ദൻ മാഷ് തന്നെ തുടർഭരണം ഭൂഷണമല്ല ജനാധിപത്യത്തിനെന്ന് പറഞ്ഞത്. അത് സ്വന്തം അണികൾക്കിടയിൽ കൂടി
പൊതുമധ്യത്തിൽ മാത്രമല്ല പ്രത്യേകിച്ച് ഇടതുപക്ഷ അനുഭാവികൾക്കിടയിൽ കൂടി ആശയക്കുഴപ്പമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ CPM നേതാക്കൾ നേരിട്ടെത്തി ഇപ്പോൾ സച്ചിദാനന്ദൻ മാഷിനെ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ 2 ദിവസത്തിനിടയിൽ നടന്ന ബഹളങ്ങൾ അധിക്ഷേപങ്ങൾക്കൊക്കെ പരിഹാരമാകുമോ, അതിലൊക്കെ അദ്ദേഹം അടങ്ങുമോ, അനുനയപ്പെടുമോ എന്നത് കണ്ടു തന്നെ അറിയണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.